முகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ஆராதிப்பே, உம் முகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ஆராதிப்பே. தூயாவி ஊற்றும் தண்ணீரே, இரக்கமுள்ள பெரிய தேவரே, தூயாவியே ஊற்றும் தண்ணீரே, இரக்கமுள்ள பெரிய தேவரே, உம் முகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ஆராதிப்பே, உம் முகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ആരാധിപ്പേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ദൈവശബ്ദം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്കുക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ആമേൻ. യഹോവ നോഹയോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഞാൻ കണ്ടിരിക്കുകയാണ് നിന്നെ. ആമേൻ. പ്രിയ ദൈവ പൈതലേ, ഈ തലമുറയിൽ ദൈവം നിന്നെ കണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയോ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഈ തലമുറയിൽ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. നോഹേ, നീ കയറ്, പെട്ടകത്തിലോട്ട് കയറ്, അതിനകത്തോട്ട് കയറുക. ചില ആത്മീയമായ ഉന്നതകളിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. ചില അഭിഷേകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. ചില വചനത്തിൻ്റെ തീവ്രമായ ദൈവകൃപയിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. നീ സ്വയം കയറുകയല്ല, ദൈവം നിന്നെ കയറ്റുകയാണ്. നീ കയറുക, നീ കടക്കുക. ഹല്ലേലൂയ. എന്തൊക്കെയോ ചിലത് ദൈവം നിന്റെ മുമ്പിൽ തുറക്കുകയാണ്. മറ്റ് പലർക്കും മറച്ചു വെച്ചതും, മറ്റു പലർക്കും ഒപ്പണാകാത്തതും, മറ്റു പലർക്കും എത്തുവാൻ കഴിയാത്തതും, മറ്റു പലരും അവഗണിച്ചതും, മറ്റു പലർക്കും ആമേൻ പിടിക്കാൻ പറ്റാത്തതുമായ ചിലതിലേക്ക് ദൈവം നിന്നെ കടത്തുകയാണ്. കർത്താവ് പറയുന്നു, പെട്ടകത്തിലേക്ക് കടക്കുക. കാരണം ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. സാധാരണ കാര്യത്തിന് വേണ്ടി ഇതൊക്കെ പറയുമ്പം നോഹ ഓർക്കുന്നുണ്ട്, കർത്താവേ, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എന്താ വിശേഷതയുണ്ട്? എല്ലാവരും തകർന്നു പോയതല്ലേ? അതെ, എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. കർത്താവേ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? കർത്താവ് എന്നോട് പറയുന്ന ദൈവശബ്ദങ്ങളും കർത്താവ് എന്നെ ഉപയോഗിക്കുന്നതും കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നതും ഒക്കെ കണ്ട് പലപ്പോഴും ഞങ്ങളും കണ്ണു നിറയാറുണ്ട്. കർത്താവേ, വായ്, എന്തുകൊണ്ടാണ് കർത്താവ് ഞങ്ങളെ നീ ഈ തലമുറയിൽ തിരഞ്ഞെടുത്തത്? നിങ്ങളായിരിക്കുന്നിടത്ത് ചിന്തിക്കണം. നിങ്ങളെക്കാൾ കഴിവുള്ളവരും അറിവുള്ളവരും ഒക്കെ ഉണ്ടാഞ്ഞിട്ട് ദൈവം നിങ്ങളെ തന്നെ ഈ തലമുറയിൽ കണ്ടില്ലേ? ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ കരുതലിന്, നിങ്ങളോടുള്ള സാധാരണമായ ആ ഫേവറിന് നിങ്ങൾ നന്ദി പറയണം. ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു ഈ തലമുറയിൽ. ശമൂവേലിനോട് ദൈവം പറയുന്ന വാക്ക്, ശമൂവേലേ, നീ കരയണ്ട, ഈ തലമുറയിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ദൈവം ദാവീദിനെ കണ്ടെത്തി അഭിഷേകം ചെയ്തു എന്ന് പറയുന്നത്.
ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ പെട്ടാൽ രക്ഷപ്പെട്ടു. ആമേൻ. ഒരു ദൂത് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു, ദൈവം കണ്ടവരായി തലമുറയിൽ. ആമേൻ. ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ദൗത്യങ്ങൾ ചെയ്യാൻ, ആർക്കും കയറാൻ പറ്റാത്ത ഇടങ്ങളിൽ കയറുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ആമേൻ. പൗലോസ് പറയുന്നു, ദൈവം എന്നെ വിശ്വസ്തനെന്ന് കണ്ട് എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. നോഹ പറയുന്നു, എന്നെ നീതിമാനെന്ന് കണ്ട് എന്നെ വിടുവിച്ചിരിക്കുന്നു. ദൈവം ചിലതൊക്കെ ആയിട്ട് നിങ്ങളെ കാണുക കേട്ടോ. ആമേൻ. വിശ്വസ്തനായിട്ട് കാണുകയാണ്, നീതിമാനായിട്ട് കാണുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മളെ കാണാനുള്ള നമ്മുടെ ഏക യോഗ്യത എന്താണെന്നറിയാമോ? യേശുവിനെ സ്വീകരിച്ചില്ലേ? ഒറ്റ യോഗ്യതയുള്ളൂ. യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞില്ലെങ്കിൽ ഇനി എന്തിനാ താമസിക്കുന്നത്? ഇരിക്കുന്ന ഇരിപ്പിട്ടും പറ, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണേ. ആമേൻ. ആ ഒരൊറ്റ യോഗ്യത മതി. ദൈവം നിങ്ങളെ നീതിമാനായി കണ്ടിരിക്കുന്നു, വിശ്വസ്തനായി കണ്ടിരിക്കുന്നു, തീർന്നില്ല, വിശുദ്ധനായി കണ്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവകാശിയായി കണ്ടിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായി കണ്ടിരിക്കുന്നു, ഈ തലമുറയുടെ ശുശ്രൂഷകനായി കണ്ടിരിക്കുന്നു, ഈ തലമുറയുടെ അധ്യക്ഷനായി കണ്ടിരിക്കുന്നു. ആമേൻ. തള്ളിപ്പറഞ്ഞ് പിന്മാറിപ്പോയ പത്രോസിന്റെ കണ്ണിലും ദൈവം നോക്കി പറയുന്നു, നിന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ തലമുറയ്ക്ക് വേണ്ടി. ആമേൻ. ഇന്നലകളിൽ ദൈവത്തിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ട് ജീവിതത്തിൽ വന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ അല്പം തളർന്ന് തകർന്നു പോയവരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളിത് തുടർമാനം കേൾക്കുന്ന വ്യക്തിയൊന്നുമല്ല, പക്ഷെ ഇന്ന് കർത്താവ് കേൾപ്പിക്കുക. എന്തിനാ? നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് ഭയങ്കര പദ്ധതിയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ചില പുതിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കും. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാനാണ്. ആമേൻ. നിങ്ങളെ തന്നെ ദൈവം കണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ വാക്കൊന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ ഈ തലമുറയിൽ കണ്ടിരിക്കുന്നു. കർത്താവിനെ ഈ തലമുറയിൽ ഒരു ശുശ്രൂഷകനായി കണ്ടിരിക്കുന്നു, ഒരു അഭിഷിക്തനായി കണ്ടിരിക്കുന്നു, ഒരു നീതിമാനായി കണ്ടിരിക്കുന്നു, ഒരു വിശുദ്ധനായി കണ്ടിരിക്കുന്നു, ഒരു വിശ്വസ്തനായി കണ്ടിരിക്കുന്നു. ആമേൻ. ഒരു നല്ല മനുഷ്യനായി കണ്ടിരിക്കുന്നു. കർത്താവിനെ ഈ തലമുറയിൽ കണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ചില ആത്മീയമായ ഉയർച്ചയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഞങ്ങളെ അഭിഷേകത്തിലേക്കും വചനത്തിലേക്കും അങ്ങ് കടത്തിവിടുന്നതിന് നന്ദി പറയും. കർത്താവെ, ഞങ്ങളെ ഈ തലമുറയിലെ നീതിമാന്മാരായും വിശുദ്ധരായും നിഷ്കളങ്കരായും കർത്താവെ വിശ്വസ്തരായും ഒക്കെ ഞങ്ങളെ കണ്ട് ഞങ്ങളെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നതിന് നന്ദി പറയും. കർത്താവ്, ഞങ്ങളുടെ ബലഹീനതകളിലും കർത്താവെ അങ്ങ് ഞങ്ങളെ യോഗ്യരായി കണ്ടതിന് നന്ദി പറയും. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ക്രൂശിൽ ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു. ഒരു മടങ്ങി വരവ് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നഷ്ടപ്പെട്ടു പോയ മേഖലകളിൽ നിന്ന് എല്ലാം അങ്ങ് അവരെ തിരിച്ചു പിടിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഒരു റെസ്റ്റോറേഷൻ കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരോട് ചിലയിടത്തേക്ക് കടക്കാൻ കർത്താവ് പറഞ്ഞതിനായി സ്തോത്രം. നീ കടക്ക. അവരെ ഈ തലമുറയിൽ നീ കണ്ടതിനായി സ്തോത്രം. ഈ ദൂതുകൾ ഞങ്ങൾക്കുള്ള ദൈവശബ്ദമായിരിക്കാൻ നന്ദി. കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കുന്നു. ചിലതിൽ നിന്ന് അവർ കടക്കട്ടെ. ചിലതിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറയിൽ നീ അവരെ കണ്ടതിനായി സ്തോത്രം. അവരുടെ കുടുംബത്തിൽ അവരെ നീ കണ്ടതിനായി സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടെന്ന് ചിലർ പറയുന്നുണ്ട്. കർത്താവേ, ആ കുടുംബത്തിൽ അതിഫലമായിട്ട് നീയാണല്ലോ അവരെ കണ്ടത്. മറ്റുള്ളവരെക്കാൾ അധികം സ്നേഹം നീ അവരുടെ മേൽ വെച്ചതിനായി നന്ദി. കർത്താവേ, അവർ പിന്തിരിയുന്നവരായിരിക്കത്തില്ല, മറിച്ച് ഒരു താമ്രഭിത്തിയായിട്ട് നിന്ന് അവരുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്ന ജോസഫ് ആയിരിക്കുമല്ലോ അവർ. അവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വലിയൊരു സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, അവർ ആരോഗ്യത്തോടെ ജീവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിശാചേ ജനത്തെ വിട്ട് മാറ്. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ നുകങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരിൽ നിന്ന് എടുത്തുകളാ.
യേശുവിൻ്റെ നാമത്തിൽ അവരെ ഫ്രീ ആക്കുന്നു. രാത്രികളിൽ ഭയമിട്ട്, ശരീരത്തിന്മേൽ രോഗമിട്ട് തുടരുന്ന ദുഷ്ടമണ്ഡലമേ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ പുറത്താക്കുന്നു. ജനം സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സന്തോഷിക്കട്ടെ, കുതിച്ചെഴുന്നേൽക്കട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഈ വചനം നിങ്ങളോടുള്ള ദൂതാണ്. സന്തോഷത്തോടെ പ്രാപിക്കുക. ഇന്നത്തെ ജോലിയും ഇന്നത്തെ ബിസിനസ്സും ഇന്നത്തെ നിങ്ങളുടെ സ്റ്റഡിയും ഇന്നത്തെ നിങ്ങളുടെ വർക്കും എല്ലാം ബ്ലെസ്ഡ് ആയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.